ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ബ്ലൗസിൻ്റെ കട്ട് ബാൻഡ് എളുപ്പത്തിൽ എങ്ങനെ തയ്ക്കാമെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ബ്ലൗസിൻ്റെ കട്ട് ബാൻഡിന് ഒരു ഭാഗത്ത് 3 പീസ് തുണിയാണ് വേണ്ടത്. അങ്ങനെ 2 ഭാഗത്തും കൂടി 6 പീസ് തുണി വേണം. അപ്പോൾ ബ്ലൗസിൻ്റെ കട്ട് ബാൻഡിൻ്റെ തുണി എടുത്തിട്ട് കട്ട് ബാൻഡ് എടുത്തിട്ടാണ് 3 പീസും കട്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം സ്റ്റിഫിന് നല്ല തടിച്ച പീസ് എടുക്കുക. അപ്പോൾ 2 പീസ് കട്ട് ബാൻഡിൻ്റെ തുണി സ്റ്റിഫിന് എടുത്തിട്ടാകുമ്പോൾ ഒരു ഭാഗത്ത് സ്റ്റിഫിൻ്റെ ഭാഗം ആദ്യം അടിയിൽ വയ്ക്കുക, എന്നിട്ട് ബ്ലൗസ് പീസിൻ്റെ ഭാഗം അതിന് നേരെ മുകളിൽ വയ്ക്കുക, എന്നിട്ട് മറിച്ചിടാനുള്ള ഒരു പീസും കൂടി എടുത്തിട്ട് അതിൻ്റെ മുകളിൽ വെക്കുക. അങ്ങനെ 3 പീസ് തുണി ഒരു ഭാഗത്ത് വെക്കുക. അപ്പം നല്ല ലെവലാക്കി കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഒരു ഭാഗം. ആദ്യത്തെ ഭാഗം വെച്ചതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗമാണ് അടുത്ത ഭാഗം വെക്കുക. അടുത്ത ഭാഗം അതേപോലെ തന്നെ ആ കോൺ ഭാഗം ആദ്യം വെച്ചതിൻ്റെ നേരെ അപ്പുറത്തെ ഓപ്പോസിറ്റ് ഭാഗം വെച്ചിട്ട് കോൺ ഭാഗം നേരെ ഓപ്പോസിറ്റ് ഭാഗം വെക്കുക. എന്നിട്ട് ആദ്യം സ്റ്റിഫിൻ്റെ തുണി വയ്ക്കുക, പിന്നെ ബ്ലൗസ് പീസിൻ്റെ ഭാഗം വയ്ക്കുക, പിന്നെ മറിച്ച് പതിച്ചടിക്കാനുള്ള പീസും കൂടി അതിൻ്റെ മുകളിൽ വെച്ചെടുക്കുക. എന്നിട്ട് സ്റ്റിച്ച് ചെയ്യുക. ആ കോൺ ഭാഗത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗം വെക്കുക. അത്രയും ശ്രദ്ധിക്കണം കേട്ടോ, അത് മാറിപ്പോകരുത്. തിരിച്ചിട്ട് വെച്ചെടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി നേരെ അടിഭാഗത്തേക്ക് മറിച്ചിടാനുള്ള തുണി ഇപ്പുറത്തേക്ക് എടുത്തിട്ട് നല്ല ലെവലാക്കി കൊടുക്കുക. 2 ഭാഗവും അങ്ങനെ ചെയ്തെടുക്കുക, ലെവലാക്കി കൊടുക്കുക. എന്നിട്ട് അടിഭാഗത്തേക്ക് മറിച്ചിടാനുള്ള തുണിയിൽ പതിച്ചടിച്ചു കൊടുക്കുക. രണ്ട് ഭാഗവും അങ്ങനെ ചെയ്തെടുക്കുക. പതിച്ചടിച്ചു കൊടുക്കുക. അടിഭാഗം മറിച്ചിടാനുള്ള തുണിയിലാണ് പതിച്ചടിച്ചു കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് മടക്കി നല്ല ലെവലാക്കി ചെയ്ത് കൊടുക്കുക. ലെവലാക്കി വെച്ച് കൊടുത്തിട്ട് ഇപ്പുറത്തെ ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പം നല്ല ലെവലായിട്ട് കിട്ടും. ഇപ്പുറത്തെ ഭാഗം അതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. രണ്ട് ഭാഗവും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇത് 2 ഭാഗവും യോജിപ്പിച്ച് കൊടുത്തിട്ട് ലെവലാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. തന്നെ ഒരുപോലെ ആക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. 2 ഭാഗവും നല്ല ഇതിൽ സൈഡ് ഭാഗമൊക്കെ കട്ട് ചെയ്തെടുക്കാനുള്ള തുണിയൊക്കെ കട്ട് ചെയ്തെടുത്ത് ലെവലാക്കി വെച്ച് കൊടുത്തിട്ട് ഒരുപോലെ ആക്കിയിട്ട് വെച്ച് കൊടുക്കുക. ഒരേപോലെ ഉണ്ടാവണം, അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കട്ടിങ്ങിൻ്റെ സ്ഥലമൊക്കെ ഡോട്ട് ചെയ്തതൊക്കെ മാറിപ്പോകും, അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്കായി പോകും. അതൊന്നും ആകാതെ നല്ല ലെവലാക്കി വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക. ഇനി നമ്മൾ ഡാട്ടടിച്ച് വെച്ച് ക്ലോത്ത് എടുത്തിട്ട് തുണി ബ്ലൗസിൻ്റെ മുൻഭാഗം എടുത്തിട്ട് ഇനി കട്ട് ബാൻഡിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കട്ട് ബാൻഡിൻ്റെ നല്ല ഭാഗവും നമ്മുടെ ബ്ലൗസിൻ്റെ നല്ല ഭാഗവും വെച്ച് കൊടുക്കുക. ആ കോൺ ഭാഗം തന്നെ ബ്ലൗസിൻ്റെ കോൺ ഭാഗവും വെച്ച് കൊടുക്കുക. ഡാട്ടടിക്കുന്നതൊക്കെ മുന്നിലത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ഇത് എളുപ്പത്തിൽ കട്ട് ബാൻഡിൻ്റെത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ കേട്ടോ. ഡാട്ടടിക്കുന്നത് അറിയാത്തവർക്ക്
മുന്നേ ഇട്ട വീഡിയോ ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. അതാ രണ്ട് ഭാഗവും അങ്ങനെ തന്നെ വെച്ച് സ്റ്റിച്ച് ചെയ്യുക. കട്ട് ബാൻഡ് നല്ല ലെവലിലാക്കി വെച്ചതായതുകൊണ്ട് ഇതാ ഒരുപോലെ നല്ല കൃത്യമായിട്ട് പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കട്ട് ബാൻഡിൻ്റെയും ഡാർട്ടിൻ്റെയും എല്ലാം ഒരേപോലെ രണ്ട് ഭാഗവും ഒരേപോലെ ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്, കാണുന്നില്ലേ? അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവരും കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ.